നൽകുന്നതിനായി തിരുവനന്തപുരം അതിരൂപത ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് സഭകളുടെ നേതൃത്വത്തിലുള്ള രാജ്ഭവൻ മാർച്ചിൽ സംസാരിക്കുകയായിരുന്നു കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമീസ് കാത്തോലിക്ക ബാവ. കൃത്യമായ സന്ദേശം, കൃത്യമായ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹം. ആൾക്കൂട്ട വിചാരണ സന്യാസിമാർ നേരിട്ടു എന്നുള്ളത് ഏറെ വേദനിപ്പിച്ചു. ഈ ആൾക്കൂട്ട വിചാരണ നേരിട്ടു എന്നതിലും അപ്പുറം വേദനിപ്പിച്ചത് ഇതാണോ മതേതരത്വം, ഈ രാജ്യത്ത് നടപ്പാക്കുന്ന മതേതരത്വം ഇതാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മുഖത്ത് വായിൽ കറുത്ത റിബൺ കെട്ടി തിരുവനന്തപുരം നഗരത്തിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് രാജ്ഭവന്റെ ഈ വേദിയിൽ എത്തുന്നത് അതൊരു പ്രതീകാത്മകമായ ഒരു പ്രവൃത്തിയാണ്. ഉള്ളിൽ നിറയെ അമർഷം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. എന്നാൽ അതിനേക്കാൾ ആഴമായ ആത്മസംയമനം ക്രൈസ്തവരായ നമുക്കുണ്ട് എന്ന് ഈ നഗരത്തിൻ്റെ ഈ വീതികളിലൂടെ വിളിച്ചറിയിച്ചുകൊണ്ട് നമ്മൾ വരികയായിരുന്നു. അഭിനന്ദ പിതാവ് പറഞ്ഞതുപോലെ ഏറ്റവും അടുത്ത്, ഈ വേദിയുടെ ഏറ്റവും അടുത്ത കെട്ടിടത്തിൽ താമസിക്കുന്ന ഒരാളാണ്. എല്ലാ ദിവസവും നിരവധി റാലികളും പ്രതിഷേധങ്ങളും അരങ്ങേറുന്ന ഒരിടമാണ് ഇത്. ഈ പന്തൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ന് നടന്നതിൻ്റെ ഭാഗമാണ്. ഇത് അറേഞ്ച് ചെയ്തതല്ല. ഞാൻ കണ്ടൊരു കാഴ്ച ഇതിനെ സവിശേഷമാക്കുന്നത് ഇത്രയധികം സന്യാസിമാരുടെയും വൈദികരുടെയും വൈദിക മേലധ്യക്ഷന്മാരുടെയും സാന്നിധ്യമാണ്. ഏറ്റവും കൂടുതൽ ആശ്ചര്യഭരിതരായി നിൽക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരാണ്. അവർ വളരെ റിലാക്സ്ഡ് ആണ്. കാരണം അവർക്ക് ഇത്രയും നാൾ നേരിട്ട് കണ്ട് പരിചയമുള്ള പ്രതിഷേധങ്ങളുടെ രൂപമൊന്നും ഇതിനില്ല. അതിനെ നമ്മുടെ ഓരോരുത്തരുടെയും ബലക്കുറവായി ആരും വ്യാഖ്യാനിക്കരുത് എന്നും കൂടി പറയുവാനായിട്ട് ആഗ്രഹിക്കുക. സാധാരണ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഏറെ കഷ്ടപ്പെടാറുണ്ട്. 10-15 ആളുകൾ വന്നിട്ട് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ, ബാരിക്കേഡുകൾ മറിച്ചിടുന്നു, ഉടനെ പ്രയോഗിക്കുന്നത് ജലപീരങ്കിയാണ്. ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ സമാധാനപൂർവ്വം, എന്നാൽ ഉള്ളിൽ നിറയെ അമർഷവും വേദനയും സങ്കടവും നമുക്കെല്ലാവർക്കുമുണ്ട്. രാജ്യത്തെ ഭരിക്കുന്ന അധികാരികളുടെ മുന്നിൽ നമ്മൾ അത് പ്രകടമാക്കുവാൻ വേണ്ടി മാത്രം ഇവിടെ വന്നതാണ്. നിങ്ങൾ ഈ ദിവസങ്ങളിലെ നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റർമാർ അന്യായമായി തടവിൽ ഇട്ടതുമായി ബന്ധപ്പെട്ടുള്ള വാർത്താ മാധ്യമങ്ങളിൽ, രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ ഒക്കെ കാണുന്നൊരു കാഴ്ച, ഇന്നും കാണുന്ന കാഴ്ച, പ്രത്യേകിച്ച് മനുഷ്യക്കടത്തിന് പുതിയ നിർവചനങ്ങൾ നൽകുന്ന തീവ്ര മതവാദി ഗ്രൂപ്പുകൾ ആവിർഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതാണ്. എൻ്റെ സങ്കടം നമ്മുടെ ബഹുമാനപ്പെട്ട 2 സിസ്റ്റർമാർ തടവറയിൽ കിടക്കുന്നതല്ല. അവർ തടവറയിൽ കിടക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഇന്ത്യ എന്ന ജനാധിപത്യ മതേതര രാജ്യത്തിൻ്റെ മൂല്യങ്ങളും ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങളും തടവറ